ഹലോ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കെട്ടിയോനെ എങ്ങനെ കുട്ടപ്പനാക്കാം എന്ന നമ്മുടെ പന്തിയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇത് കെട്ടിയോൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ വേറെ എനിക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി വേറെ ആരും ഇല്ലാത്തതിനാലും വേറെ ഒരു ലക്ഷ്യം പുറത്തു പോയി ആരുടെ അടുത്ത് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റാത്തതിനാലും എനിക്ക് കുറേ ദിവസം അടുപ്പിച്ച് അവധിയായതിനാലും എനിക്ക് വേറൊന്നും ചെയ്യാനില്ലാത്തതിനാലും ഈ ഒരു സാഹസത്തിൽ ഞാൻ മുതിരുകയാണ്. മലയാളം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് മുതിരുകയാണ്. അപ്പോൾ പോകാം, നോക്കാം നമുക്ക്. അതിനു മുമ്പ് നിയമപരമായ മുന്നറിയിപ്പ്. ചിലപ്പോൾ ഈ വീഡിയോയുടെ ഇടയിൽ പൊട്ടിത്തെറികൾ, ചീറ്റലുകൾ, ഗർജനങ്ങൾ, ദേഷ്യപ്പെടലുകൾ പലതും കേൾക്കാം. നിങ്ങൾ ഇതെല്ലാം ക്ഷമിക്കുക, സഹിക്കുക. ഞാൻ സഹിക്കുന്നില്ലേ? വാ, ജസ്റ്റ് എങ്ങനെ സുന്ദരനാക്കാം. ടീഷർട്ടൊക്കെ മാറി വന്നിട്ട് ആരും കണ്ടു തട്ടല്ലേ, എന്റെ ഷിണ്ടര് കാണാൻ അസിസ്റ്റന്റ് എവിടേക്ക് വന്നേക്കടാ. അപ്പൻ സുന്ദരനാ. ഔട്ട്സൈഡ് നിന്റെ കുഞ്ഞമ്മ ഇരിക്കുന്നു. അസിസ്റ്റന്റ് അവിടെ ഒരു ഗോസിന്റെ പാക്കറ്റ് റിപ്പീറ്റിംഗ് എടുത്ത് അതിന്റെ പുറകില്ല അധികം എടുത്തേ. When I asked you to go outside, you didn't listen, so now I don't listen. Oh my God! ചെവി അത് വിളിച്ചില്ലല്ലോ. ഇങ്ങനെ ചെളി വരുമോ? ഇവന്റെ കത്ത കളറാം. ആദ്യം ഞാൻ എടുക്കുന്നത് ബയോടെർമയുടെ മിസലർ വാട്ടർ. അത് വെച്ചിട്ട് അങ്ങനെ ആദ്യമേ നമ്മൾ ചെളികൾ മുഴുവൻ കളയുക. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫേസ് പാക്ക് ഇട്ടേക്കട്ടെ, ഒരു മാസ്ക് ഉറങ്ങാനല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്റെ സാധനം അത് പോയോ? ഇവിടെ നിന്ന മാസ്ക് എന്ത് ചെയ്യേ? അത് 15 മിനിറ്റ് വെക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫേസ് മാസ്ക് ആണ്. ബോഡി ഷോപ്പിന്റെ അല്ല, ഇത് ഫേസ് ഷോപ്പിന്റെ കേട്ടോ. ഇത് ഈ ഒരു ഫേസ് മാസ്ക്. എഴുന്നേറ്റേ ഇതിനാ കൊണ്ട് ഞാൻ തോറ്റല്ലോ. രണ്ടേ കൊണ്ട് അവിടെ മേലേക്കിരിക്കാം. ജസ്റ്റ് ഓർമ്മ, ഇത്രയും നല്ല എക്സ്പെൻസീവ് സാധനം. എക്സ്പയറി അല്ല, എക്സ്പെൻസീവ് എന്നാ പറഞ്ഞത്. എക്സ്പയറി ഒന്നും അല്ല. പിന്നെ സെഫോറ ചെന്നപ്പോ അവര് തന്നെ ഈ സാധനം എനിക്ക്. പക്ഷെ നീ സുന്ദരനാവുന്നതാണ് ഇഷ്ടം. സൂപ്പറാണ്. 10 മിനിറ്റ്. അടിപൊളി. ഇത് നമ്മളിങ്ങനെ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കണ്ട. ഞാൻ നോക്കിയാൽ എന്ത് പാവമായിട്ട് ഇതൊക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. സാധാരണ പെണ്ണുങ്ങളാണ് സ്വന്തം മുഖത്ത് വെക്കും. ഞാൻ അതുപോലും ചെയ്യുന്നില്ല. എന്താ ദുരൂഹതയുണ്ട്? തിരുഹൃദയോ? ദുരൂഹത. ഇത് വെച്ച് വർത്താനം പറഞ്ഞ ഒന്നും സംഭവിക്കില്ല. ദുരൂഹത ഒന്നും ഇല്ല. എന്ത് ദുരൂഹത? എക്സ്പയർ ആയതൊന്നും അല്ല. ജസ്റ്റ് എന്ത് ചെയ്യട്ടെ കവറ് നോക്കട്ടെ. ഈ വീട്ടിലൊരു ചെറുക്കനുണ്ട്, 2 ചെറുക്കന്മാര്. എക്സ്പയറി മാത്രം. അവിടെ 1 മിനിറ്റ് എക്സ്പയറി മാത്രമേ ഉള്ളൂ. ഇതിന്റെ എക്സ്പയറി എന്നാ കർത്താവേ? അതും ഇല്ലേ. എക്സ്പയറി ആണ് ഇവിടെ സാധനം വരത്തില്ലല്ലോ. ഇതിന്റെ എക്സ്പയറി എന്നാ? ജസ്റ്റ് എക്സ്പയറി 2028 2. വിശ്വാസമായല്ലോ. അനങ്ങാതിരിക്കാൻ. ഇനി ഇങ്ങനെ ഒരു 10 മിനിറ്റ് സാറ്റൻ ഫ്ലസ്റ്റ് എടുക്കണം. അല്ല സാറ്റാ, ഞാൻ ഈ സാറ്റോട് പറഞ്ഞ ബ്യൂട്ടി പാർലറിലൊക്കെ നമുക്ക് പോവാൻ ചെന്ന് യൂണിസെക്സ് സൈഡിൽ പോയി ഫേസ് മാസ്ക് ചെയ്തത് സുന്ദരനല്ലേ. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ പോയച്ചും വരാം അല്ലേ? പാവുണ്ട്. ഒരു കല്യാണം കഴിച്ച എന്നൊക്കെ സഹിച്ചാലേ ഈ മാസ്ക് മാറ്റി കഴിയുമ്പോ എന്നാ സൗന്ദര്യം വന്നറിയോ? സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ. മിണ്ടായിരിക്കണമെന്നൊന്നും ഇല്ല, അല്ല തന്നെ മിണ്ടാൻ മൂളിയാ. എന്നെ നിനക്ക് മേലെ അങ്ങനെ ഒന്നും ഊരി പോവുകയല്ല. നോക്കൂ നോക്കൂ നോക്കൂ. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങും. എന്നിട്ട് സ്കിന്നുമായിട്ട് ഒട്ടും. എന്നിട്ട് പീൽ ചെയ്യണം. പീൽ മാസ്കാ. വലിച്ചു പറിക്കുമ്പോൾ ചെറിയൊരു വേനെടുക്കും. അയ്യോ എന്നാ അപ്പൊ തന്നെ ഉള്ള ഡെഡ് സ്കിൻ മൊത്തം അങ്ങ് പോവും ആ കൂടത്തില്.
പിന്നെ നീ ഒരു കുഞ്ഞു കൊച്ചിന്റെ സ്കിന്നുമായിട്ട് ജീവിക്കും. എങ്ങനെയുണ്ട്? നല്ലല്ലേ? ഉണങ്ങാൻ തുടങ്ങിയോ? ഒരാസിഡാ അത്. ചെറുതായിട്ട് പേടിച്ചു. തളർവാദം വന്നവരെ പോലെ. എന്റെ ജസ്റ്റ് പോലെ നിന്റെ ഒരു കാര്യം. 10 മിനിറ്റ് ഇരുന്നു. സമയം നോക്കിയേനപ്പാ. സമയം നോക്കിയോ? നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ടത് ഈ ഒരു സാധനം ജസ്റ്റിക്ക് കൊടുത്തേക്കുന്നത്. അപ്പം ജസ്റ്റ് റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് വിശ്രമിക്കാം. ജസ്റ്റ് സൗന്ദര്യ വല്ലാത്ത ബോധമുള്ളൊരു ആളാണ് നിന്റെ സേട്ടൻ. ഞാൻ വെച്ചതല്ലേ മുടി ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ടേസ്റ്റ് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ല. ഇതങ്ങനെ വലിച്ചു പറിച്ചിരുന്ന നല്ല ഭംഗിക്കിരിക്കണം. നോക്കൂ മക്കളെ നോക്കൂ. എന്നാ പില്ല വയറ് കാണാതിരിക്കണോ? ഞാൻ ചിലപ്പോ വലിച്ചു പറിക്കുമ്പോ സ്വർഗം കാണും. സ്വർഗത്തെ 2 മലഹന്മാരി. ഓക്കെ, ഇങ്ങനെ ശ്വാസം വലിച്ചോട്ട് വലിച്ചോട്ട് അകത്തോട്ട് വലിച്ചേ. അയ്യോ വിടരുത്. ശ്വാസം അകത്തോട്ട് വലിക്കുമല്ലേ, വേദന അറിയാതിരിക്കാനാ ഇങ്ങനെ തന്നെ തല വെക്കുന്നേ. ഇവിടുത്തെ ഒന്നും ഒട്ടിയില്ല കേട്ടോ, പക്ഷെ മണ്ഡലത്തെ ഒട്ടി. സ്വർഗം കാണിക്കും. എന്റെ ദൈവമേ കാത്തോളേ. വലിച്ചു പറിക്കട്ടെ? റെഡി? പേടിയുണ്ടോ? അയ്യടാ പാവം. ചങ്കടിക്കുന്നുണ്ടോ? ഈ ചുണ്ട് കളിക്കാൻ പാടില്ല. അടച്ചോണ്ടി ചുണ്ടാ ജസ്റ്റ് ഇതിനകത്തൊരു കാണുമ്പോ എന്തോ പോലെ ഇരിക്കുന്നത്. പാവമുണ്ട് കേട്ടോ. 1 2 3 ഒന്ന് കല്യാണം കഴിച്ച് 1 2 3. പുറത്തെ മാറ്റപ്പോട്ട് വരെ പറഞ്ഞു ആ ബലത്തില്. ഒന്ന് കറുത്തു പോയോ? അയ്യോ നല്ലൊരു മനുഷ്യൻ. ഇതെന്താ കളറ് പോയോ ഇരിക്കുന്നത്? അതായിരിക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ക്യാബ് ഇത് ചെയ്യണമെന്നല്ലേ അവര് പറഞ്ഞേ. അസിസ്റ്റന്റ്, എന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ മോനെ ആ ലിബാം എടുത്തോണ്ടല്ലടാ. അത് ആ ലിബാം ഒന്ന് എടുത്തതാ. ഇനി ഇത് ഉണങ്ങണം. എടാ ഒന്ന് എടുത്തോണ്ട് താടാ. എടാ കൊണ്ടുതരാൻ. മുടിയൊക്കെ എങ്ങനെ കണ്ടേ? അതെ. Worst YouTuber ever. Very bad. Do not listen to her. ഇത്രേ ഉള്ളു. സുന്ദരനായില്ലേ, സിംഹനായില്ലേ. Do not subscribe. ഒരു കല്യാണം കഴിച്ചാലത്തേക്ക് അവസ്ഥ. Do not subscribe. ഒരു മിനിറ്റ്, സാറിന് മുഖം കാണിക്കട്ടെ. ഞാൻ ഇത് ഒരു കുരുത്തങ്കട്ട ഇറക്കൻ ഇവിടെ ഉണ്ട്. ആഹാ നല്ല. അയ്യോ മുഖത്ത് എന്നതാ തിളക്കം. ഐശ്വര്യക്ക് സുഷ്മിതാ സെനിൽ ഉണ്ടായ പോലുണ്ട്. പണ്ട് എന്ത് നിറം ഉണ്ടാകുന്ന നീ എങ്ങനെ കറുത്തു പോയെ? അപ്പോ ഈ മേക്കപ്പ് വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് ഇഷ്ടപ്പെട്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ ശരി എന്നാ പോയച്ചു വരാന്ന് പറ. അതെ ബൈ. ജസ്റ്റ് ഇങ്ങനെ നോക്കിയേ. ജസ്റ്റ് നന്ദി വേണം കേട്ടോ. ജസ്റ്റ് ഇത്ര സുന്ദരൻ എന്റെ ഈ സമയമില്ലാത്ത അവിടെ നിന്നേ സമയമില്ലാത്ത സമയത്ത് ജസ്റ്റ് കണ്ണടി നോക്കി നോക്ക്. എന്നതാ കറുത്തു പോയോ? അല്ല പിന്നെ ഭയങ്കര കളറായിരുന്നു. പോയോ ഇവിടുന്ന്? നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. കണ്ണടി നോക്ക്. എന്നാ പറ്റി? ചുണ്ടല്ല എന്നാ പറ്റി? കളറല്ല ലിബാമ. കത്തമ്മ സുണ്ട. അപ്പൊ ശരി എന്നാലേ. ഇഷ്ടപ്പെട്ടോ? ബൈ.